السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലെ ബഹുമാന്യരായ കുഞ്ഞിപ്പ മാസ്റ്റർ, മാനു സാഹിബ് തുടങ്ങി നേതാക്കളെ, പണ്ഡിതന്മാരെ, ആദരണീയ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരു വലിയ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു മുഖാമുഖം പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുരങ്ങാടി മണ്ഡലം ISM ഇങ്ങനെ ഒരു മുഖാമുഖം പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്തുള്ള പ്രവർത്തകരുടെ ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമായാണ്. ഇവിടെ നടന്ന സംസാരങ്ങളിൽ പലതിലും സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും ആളുകളെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ സംഘടനാപരമായി കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, മറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ അത് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ആത്മാർത്ഥമായ ഉദ്ദേശത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് നബിദിനാഘോഷമാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിഷയാവതരണത്തിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വഴിയെ വരും. നബിദിനാഘോഷം നമ്മുടെ സമൂഹത്തിൽ രണ്ട് വീക്ഷണക്കാരാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, നമ്മൾ മുജാഹിദുകൾ, സലഫികൾ അത് ബിദ്അത്താണ് എന്ന് പറയുന്നു. എന്നാൽ സുന്നികൾ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ചില സഹോദരങ്ങൾ അത് സുന്നത്താണ്, നടത്തേണ്ടതാണ്, അതിന് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും മുൻഗാമികളുടെയും ഒക്കെ പിൻബലമുണ്ട് എന്ന രൂപത്തിൽ വാദിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ഈ വിഷയത്തിലെ തർക്കത്തിൻ്റെ മർമ്മം. ഇങ്ങനെ രണ്ട് വാദഗതികളാണ്. ഇതിൽ തന്നെ ഒന്നുകൂടെ അതിൻ്റെ മർമ്മത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നതിൽ ഇവിടെ തർക്കമുണ്ടോ? ഇല്ല. കേരളക്കരയിൽ ധാരാളം വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും എഴുത്തിലൂടെയുള്ള ഖണ്ഡനങ്ങളും മറുപടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നൊരു കൂട്ടരും വേണ്ട എന്നൊരു കൂട്ടരും സുന്നി മുജാഹിദ് തർക്കത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണോ വേണ്ടയോ, ഇങ്ങനെ ഒരു ചർച്ചയോ തർക്കമോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാൻ എല്ലാവരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നി മുജാഹിദ് ഈ തർക്കങ്ങൾ ഇടപെടുന്ന ആളുകളെ കുറിച്ചാണ്, അതിനെ അനുകൂലിക്കുന്ന ആളുകളെ കുറിച്ചാണ്. എല്ലാവരും യോജിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുണ്ട്, തർക്കമില്ല. പിന്നെ എന്താണ്
തർക്കത്തിൻ്റെ പ്രധാനമായ ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന റബീഉൽ അവ്വൽ 12-ന് 11-നും 13-നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുത്തുകൊണ്ട് ഒരു ആചാരം, ഒരു ആഘോഷം, ഒരു അനുഷ്ഠാനം, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കർമ്മം ആ ദിവസമുണ്ടോ ഇല്ലേ? ഇതാണ് തർക്കത്തിൻ്റെ പ്രധാനമായ ഭാഗം. അതേപോലെ ഇപ്പം നമ്മളുള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. മറ്റു മാസങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ റബീഉൽ അവ്വൽ മാസത്തിന് ഉണ്ടോ ഇല്ലേ എന്നതാണ്. ഇതാണ് തർക്കത്തിൻ്റെ മർമ്മം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വേണോ വേണ്ടേ എന്നത് തർക്ക വിഷയമല്ല നമുക്കിടയിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ വേണ്ടേ എന്നത് തർക്ക വിഷയമല്ല നമുക്കിടയിൽ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെയും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയ സംവിധാനത്തിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്, ഒരിക്കലും നമ്മൾ തമ്മിൽ തർക്കം എന്നല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ വേണ്ടയോ എന്നല്ല. ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, മുജാഹിദുകളെ കുറിച്ച് പലരും പറയാറുണ്ട് മുജാഹിദുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന്, അവിടത്തോട് ബഹുമാനമില്ല എന്ന്. എന്നാൽ ഇതാ ഞങ്ങൾ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ മറ്റുള്ള ഏത് ജനങ്ങളെക്കാളും, നമ്മുടെ ഇഷ്ടപ്പെട്ടവരെക്കാളും വേണ്ടപ്പെട്ടവരെക്കാളും എല്ലാവരെക്കാളും നമ്മൾ സ്നേഹിച്ചെങ്കിലേ നമ്മുടെ വിശ്വാസം പൂർത്തിയാകൂ. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ഇതാണ് വേണ്ടത്. അതിൽ തർക്കമില്ല എന്നർത്ഥം. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യം, ഈ റബീഉൽ അവ്വൽ 12-നോ അല്ലെങ്കിൽ ഈ മാസത്തിനോ മറ്റു ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുത്തുകൊണ്ട് ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, ഒരു ഏറെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ രേഖയുണ്ടോ ഇല്ലേ എന്നതാണ്. ഇവിടെയാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. മതത്തിൽ പുതിയ ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റില്ല. മതത്തിൽ ഒരു കാര്യം ഉണ്ട് എന്ന് സ്ഥിരപ്പെടാൻ തെളിവ് വേണം. ദീനീയായ ഒരു കാര്യമാണ് നാം ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാൻ തെളിവ് വേണം. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പഠിപ്പിച്ചു. ഖുർആൻ തന്നെ പഠിപ്പിച്ചു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണെങ്കിലും ഇതിന്റെ വിധി പൊതുവായിട്ടുള്ളതാണ്. അഥവാ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൊണ്ടുവന്നതെന്നത് അത് സ്വീകരിക്കുക നിങ്ങൾ, അവിടുന്ന് വിരോധിച്ചതോ അതിന് വിട്ടു നിൽക്കുക നിങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന വയുബാഇദുകും അനിൻ നാർ ഇല്ലാ ഖദ് അമർതുകും ബിഹിമാ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏത് പുണ്യകർമ്മമാണോ ഞാൻ പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ നരകത്തിലേക്ക് എത്തിക്കുന്ന തിന്മകളുണ്ടല്ലോ, അവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ച് പൂർത്തിയാക്കിയ ശേഷമാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമ്മെ ഒരു ഇരുട്ടിലിട്ടുകൊണ്ട്, ഒരു അന്താളിപ്പിലിട്ടുകൊണ്ടല്ല പ്രവാചക പുങ്കവൻ നമ്മോട് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മതപരമായി നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് തെളിവുണ്ടാകണം, പ്രമാണമുണ്ടാകണം. ഇതാണ് ഉസൂൽ, ഇസ്ലാമിൻ്റെ ഉസൂല്. നമ്മൾ നോക്കൂ, സുന്നി മുജാഹിദ് അല്ലെങ്കിൽ ആ നിലക്കുള്ള അഭിപ്രായ വ്യത്യാസമില്ല, മുജാഹിദോ സമസ്തയോ അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുന്നു. എന്തുകൊണ്ട്? പള്ളിയല്ലേ, നിസ്കാരല്ലേ, 2 റക്അത്തല്ലേ, കേട്ടെ എന്ന് കരുതിയിട്ടാണോ? അല്ല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം അവിടെ 2 റക്അത്ത് നമസ്കരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു സഹോദരൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുന്നു, അല്ലേ? എന്തേ ഒരു മുസ്ലിം പുഞ്ചിരിക്കുന്നത്? അത് പുണ്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതൊരു സ്വതക്കയാണെന്ന്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയിൽ ഒന്നും നിസ്സാരമായി കളയരുത്, ഒന്നും നിസ്സാരമായി കണ്ട് തട്ടിക്കളയണ്ട. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ സഹോദരൻ നീ കണ്ടുമുട്ടുന്നത് പോലും പുണ്യമാണ്
എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ എത്ര വിഷയങ്ങളാണ്. നാം കുളിക്കുമ്പോൾ വലത് ഭാഗം മുന്തിച്ചു കുളിക്കുന്നു, വസ്ത്രം ധരിക്കുമ്പോൾ വലത് ഭാഗം മുന്തിച്ചുകൊണ്ട് ചെയ്യുന്നു, പള്ളിയിൽ പ്രവേശിക്കുന്നു വലത് കാല് ആദ്യം വെച്ച് പ്രവേശിക്കുന്നു. ഇതൊക്കെ വെറുതെ ചെയ്യാണോ? നാം കിടന്നുറങ്ങാണ്, വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്കിൽ എന്തുകൊണ്ട് ആ നിലക്ക് ദീനിയായ വിഷയമായതുകൊണ്ട് നമ്മൾ ആ നിലക്ക് ചെയ്യുന്നു? അതിന് തെളിവുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്, തെളിവുള്ളത് കൊണ്ടാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടാൻ ഈ പറഞ്ഞ തെളിവുകൾ വേണം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. എന്നാൽ നമ്മുടെ ദുന്യവിയായ വിഷയങ്ങളുണ്ട്, നമ്മുടെ ഭൗതിക വിഷയങ്ങളുണ്ട്, നമ്മുടെ മുആമലാത്തുമായി ബന്ധപ്പെട്ട്, നേരത്തെ പറഞ്ഞ ഇബാദാത്തുമായി ബന്ധപ്പെട്ട് അമൽ, അതേപോലെ തന്നെ ദീനിയായ വിഷയങ്ങളാണ്. എന്നാൽ നമ്മുടെ ദുന്യവിയായ കുറേ കാര്യങ്ങളുണ്ട്. ആ ദുന്യവിയായ കാര്യങ്ങളിലോ നമ്മുടെ മുആമലാത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ നമുക്ക് ഇസ്ലാമിന്റെ വിരോധമില്ലേ? ചെയ്യാം. മതവിഷയത്തിലോ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ തെളിവ് വേണം എങ്കിൽ ചെയ്യാം. അഥവാ മതവിഷയത്തിൽ ഇല്ല ഇല്ല എന്നാണ് വിധി, ചെയ്യരുത് എന്നാണ് വിധി, തെളിവുണ്ട് എന്നാ ചെയ്യാം. മുആമലാത്തിന്റെ വിഷയത്തിലോ ചെയ്യാം, വിരോധിക്കപ്പെട്ടുണ്ടോ ചെയ്യരുത്. എന്തും കുടിക്കാം, എന്തും കുടിക്കാം, പക്ഷേ വിരോധിക്കപ്പെട്ട പാനീയമാവാൻ പാടില്ല. കള്ളു കുടിക്കാൻ പറ്റൂല, ലഹരി ഉണ്ടാക്കുന്ന പറ്റൂല. ജ്യൂസ് എന്തും കുടിക്കാം, പക്ഷേ കട്ടെടുത്ത ജ്യൂസ് ആവാൻ പാടില്ല. ഇവിടെ കൈനൊരു ഉസൂലുണ്ട്, പാടില്ല എന്ന് വിലക്കപ്പെട്ടത് ചെയ്യരുത്, ബാക്കി നമുക്ക് ചെയ്യാം. ഏതിൽ? നമ്മുടെ ദുന്യവിയായ മുആമലാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ദീനിലോ നബിദിനം കഴിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അതുകൊണ്ട് കഴിച്ചോളൂ പറ്റുമോ? ഇല്ല. അതിനെന്ത് വേണം? ഉസൂലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ബാത്ത് ചെയ്യാൻ ദലീൽ വേണം, അതുണ്ട് എന്ന് പറയാൻ ദലീൽ വേണം. എന്നാൽ മുആമലാത്തിന്റെ വിഷയത്തിലോ വിരോധമില്ലേ, വിലക്കില്ലേ എങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്തെല്ലാം വാഹനങ്ങളാണ്? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനമാണോ? ബസ് ഉപയോഗിക്കുന്നുണ്ട്, കാർ ഉപയോഗിക്കുന്നുണ്ട്, ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ട്രെയിൻ ഉപയോഗിക്കുന്നു, എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് ഏതാ വാഹനം? ഒട്ടകം, കുതിര, കഴുത, കോവർക്കഴുത, ഇതൊക്കെ അല്ലേ. കപ്പല്, പായക്കപ്പൽ. അന്നത്തെ കപ്പൽ ഇന്നത്തെ കപ്പൽ വരില്ല, പാഴക്കപ്പൽ. എന്നാൽ ഇന്നോ പലതരത്തിലുള്ള വാഹനങ്ങൾ, ഹൈടെക് വലിയ ഹൈബ്രിഡ് സംവിധാനങ്ങളോട് കൂടി ഇറങ്ങിയ പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. എന്തേ? വിലക്കില്ല. മുആമലാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്, വിലക്കില്ലേ, ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ വാഹനത്തിൽ കയറുമ്പോൾ ആദാബ് പാലിക്കാണ്ട് ദുആ, ആ ദിക്റുണ്ട്, അത് അവിടെയും ബാധകമാണ്. നമുക്കവിടെ എന്ത് ചെയ്യാം? വിലക്കില്ലേ, ചെയ്യാം. വീട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടാക്കിയ സംവിധാനത്തിലാണ് അന്നത്തെ വീട്. അന്ന് ഒരുപക്ഷെ ഈന്തപ്പയുടെ ഓലയാണ്, മറ്റു സംവിധാനങ്ങളാണ്. ഇന്ന് ടെറസാണ്, കോൺക്രീറ്റ് ആണ്, അതേപോലെ തന്നെ ഓടുണ്ട്, വേറെ ഷീറ്റ്, മറ്റ് സംവിധാനങ്ങളുണ്ട്, ഇല്ലേ? അപ്പൊ ഇവിടൊക്കെ ദുന്യവി വിഷയങ്ങളിൽ മുആമലാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിലക്കില്ലേ, നമുക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒറ്റ പോയിന്റ് ചുരുക്കിയാൽ, ദീനീ വിഷയമാണോ അതുണ്ടെന്ന് സ്ഥാപിക്കാൻ തെളിവ് വേണം. ഏതുപോലെ നമ്മൾ പള്ളിയിൽ കയറിയ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കുന്നു, അതിന് തെളിവുണ്ട്. പള്ളിയിലേക്ക് വലത് കാല് വെച്ച് പ്രവേശിക്കുന്നു, എന്തുകൊണ്ട്? അതിന് തെളിവുണ്ട്. സുബഹിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്നു, വളരെ പ്രാധാന്യമുള്ള സ്ഥലത്ത്, എന്തുകൊണ്ട്? തെളിവുണ്ട്, പ്രമാണമുണ്ട്, ഹദീസുണ്ട്. ഇതേപോലെ തെളിവ് വേണം ദീനീ വിഷയങ്ങൾക്ക്. എന്നാൽ ദുനിയാവിലെ അല്ലെങ്കിൽ മറ്റു മുആമലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അവിടെ വിലക്കില്ലാത്ത നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ മർമ്മത്തിലേക്ക് വരൂ. നബിദിനാഘോഷം ഏതിൽ വരും? ദീനീ വിഷയല്ലേ? ദീനീ വിഷയമായിട്ടല്ല ഇവിടെ ചർച്ച, മതവിഷയമായതുള്ള ഈ തർക്കം അല്ല. ഇവിടെ തർക്കമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഹൈവേ വികസനം നടക്കുകയാണ്. ഇത് ഖുർആനിലേക്ക് ഹദീസിലും മടക്കിയാൽ കിട്ടും? ഇല്ല. അത് നമ്മുടെ മുആമലാത്തുമായി ബന്ധപ്പെട്ട ദുനിയാവിന്റെ വിഷയമാണ്. മുമ്പുണ്ടായ സ്ഥലത്ത് കൂടെ അല്ല പലയിടത്തുള്ള റോഡ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വന്ന ആൾക്കാർക്ക് ഇവിടെ എത്തുമ്പോൾ കൺഫ്യൂഷനാണ് റോഡ്, അല്ലേ? സ്വാഭാവികമാണ്. അപ്പോൾ അത് നമുക്ക് അവിടുത്തെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ 2 വിഷയത്തിൽ നബിദിനാഘോഷം ഏതിലാ വരുന്നത്? മതവിഷയമായിട്ടല്ലേ? ആണ്. അപ്പൊ അത് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ തെളിവ് വേണ്ടേ? വേണം. ഇനി ഉണ്ടോ ഇല്ലേ?
അതാണ് പരിശോധിക്കേണ്ടത്. ഇതൊരു മതവിഷയമായിട്ടാണല്ലോ ചെയ്യുന്നത്, സ്വാഭാവികമായി അതിന് തെളിവുണ്ടാകണം. മതവിഷയമായത് കൊണ്ടാണ് അത് ചെയ്യാത്ത നമ്മളെ പുത്തൻവാദികൾ എന്ന് പറയുന്നത്. അത് ആഘോഷിക്കാത്ത നമ്മളെ ബിദ്അകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു മതവിഷയമായതുകൊണ്ടാണ്. മാത്രമല്ല റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ 2 പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷ ദിനമാണ് എന്ന് ചില ഉസ്താദുമാർ എഴുതി വെച്ചു. അപ്പൊ ദീനിയാണ് വിഷയം. ആ രാത്രി ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുള്ള ദിനമാണ്, രാത്രിയാണെന്നാണ് ഉസ്താദുമാർ എഴുതി വെച്ചത്. അപ്പൊ അത് ദീനിയാണ് വിഷയം. ദീനിയാണെങ്കിൽ അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ, ദീനിയാണെങ്കിൽ സ്വാഭാവികമായി അത് ഇസ്ബാത്ത് ചെയ്യാൻ ഏതെങ്കിലും മുദർരിസുമാരോ മുഅല്ലിമാരോ മുതഅല്ലിമാരോ കേൾക്കുന്നുവെങ്കിൽ അവരോടും സ്നേഹത്തോടെ പറയാണ്, ആ ടേംസ് ഒക്കെ ഇസ്തിലാഹാത്തൊക്കെ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ബാത്ത് ചെയ്യാൻ, അതുണ്ടെന്ന് സ്ഥാപിക്കാൻ ദലീല് വേണം, ദലീല് വേണം അല്ലേ? അങ്ങനെ ദലീല് വല്ലതും ഉണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. ദലീല് വേണമെന്നുള്ള തീർച്ചയാണല്ലോ, കാരണം മതവിഷയമാണ്, തെളിവ് വേണം. എങ്കിൽ അതിന് വല്ല ദലീലും വല്ല അസുലും ഉണ്ടോ? അപ്പൊ പറയും അത് ഇന്നത്തെ കാലത്ത് തോരണം കെട്ടൽ, ഇലക്ട്രിക് ലൈറ്റ് തൂക്കൽ, അന്ന് ഇലക്ട്രിക് സംവിധാനം, കറണ്ടില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും പറയാം. ശരി, അസിലുണ്ടോ? ബേസ് ഉണ്ടോ? ഉണ്ടെങ്കിലൊക്കെ. നമ്മളെ പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടാക്കിയ അതേ രൂപത്തിലാണ് നമ്മുടെ പള്ളി അല്ല. അന്നത്തെ പള്ളിന്റെ റൂഫ് എന്താണ്? ഈന്തപ്പനയുടെ ഓലയായിരിക്കും. ഇന്നോ കോൺക്രീറ്റ് ഉണ്ട്, വേറെ സംവിധാനങ്ങളുണ്ട്. അന്നത്തെ ഫ്ലോർ എന്താണ്? മണലാണ്. ഇന്നോ ടൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഉണ്ട്, അതേപോലെ അങ്ങനെ തുടങ്ങി മാർബിളും പലതും ഉണ്ട്. അന്നുണ്ടോ? ഇല്ല. ഇതൊരു ഭൗതിക സംവിധാനം. പക്ഷെ അസിൽ അന്നുണ്ട്, മനസ്സിലാക്കണം. അസില് അന്നുമുണ്ട്. ഏത്? പള്ളി ഉണ്ടാക്കുക എന്നുള്ള അസിൽ അന്നുണ്ട്, പള്ളി ഉണ്ടാക്കുക എന്നുള്ള അസില് അന്നുണ്ട്. ഇതേപോലെ അസ്ല് റബീഉൽ അവ്വൽ 12 പുണ്യമുണ്ട് എന്നുള്ളതിന് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, ഈ ഇലക്ട്രിക് ഈ പറഞ്ഞ LED ബൾബ് തൂക്ക പുതിയ സംവിധാനമായി അസ്ല് വെച്ചിട്ട് ഫർഅ എന്ന് പറയാം. ഉണ്ടോ? ഇല്ല, ഒരു അസ്ലും ഇല്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പള്ളിയുണ്ട്, പള്ളി ഉണ്ടാക്കാൻ സംവിധാനമുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ഭൗതിക സംവിധാനത്തിൽ അത് നമ്മൾ മെച്ചപ്പെടുത്തി. അന്ന് AC ഉണ്ടോ പള്ളിക്ക്? അന്ന് മൈക്കിലാണോ ബാങ്ക്? അന്ന് മൈക്കിലാണോ ഖുതുബ? പോട്ടെ, ദഅവാ പ്രവർത്തനങ്ങൾ അന്നും ഉണ്ടല്ലോ. ഇതേപോലെ മൈക്ക് വെച്ചുകൊണ്ട് അന്നുണ്ടോ? ഇല്ല. ഇത് ഭൗതിക സംവിധാനമാണ്, ശബ്ദം കേൾക്കാനുള്ള സംവിധാനമാണ്. എന്നാൽ അസ്ൽ അന്നുണ്ട്, ദഅവത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്? നിങ്ങളെ പിന്നെ ഇവിടെ ഷാഹിദ് ഗായിബിനെ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആയത്തുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാൻ. സമാനമായി വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് തുടങ്ങി വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ധാരാളം തെളിവുകളുണ്ട് ദഅവത്ത് നടത്താൻ. പക്ഷേ ഈ മൈക്ക് ഉപയോഗിക്കൽ അതിന്റെ ഭൗതിക സംവിധാനമാണ്. അസ്ൽ അന്നുണ്ട്, മനസ്സിലാക്കണം. അസ്ൽ അന്നുണ്ട്. അതേപോലെ ഇതിന്റെ റെക്കോർഡിംഗ് സംവിധാനം, അങ്ങനെ തുടങ്ങിയുള്ള ഈ മറ്റു സംവിധാനങ്ങൾ, അതൊക്കെ അതിന്റെ ഭൗതിക സൗകര്യമാണ്. ബേസ് അന്നുണ്ട്, അസ്ൽ അന്നുണ്ട്. ഇതേപോലെ റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേകമായ ആഘോഷം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ഉസ്താദുമാർ നടത്തുന്ന പോലെ ഒരു പക്ഷേ 4 മുജാഹിദുകളുടെ പ്രദേശമാണെങ്കിൽ അവിടെ ഒന്നുകൂടെ ഘോഷമായി നടത്തുന്ന പോലെ അത്ര പൊടിപൊടിച്ച രൂപത്തിലില്ലെങ്കിലും ഒരു ബേസായിട്ട്, ഒരു അസ്ലായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും അതിൻ്റെ പേരിൽ ഇതാ റബീഉൽ അവ്വൽ 12 ആണ് എന്ന് പറഞ്ഞ്, ഞാൻ ജനിച്ച 12 ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ആഘോഷം, അല്ലെങ്കിൽ ഒരൊറ്റ ഈത്തപ്പഴത്തിന്റെ ചുളയെടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിവിരതം ചെയ്തതെങ്കിൽ നമുക്കതൊരു ബേസാണ്, അതൊരു അസ്ലാണ്. ആ അസ്ല് വെച്ചുകൊണ്ട് ഇന്നത്തെ സൗകര്യത്തിൽ ഭക്ഷണം കൊടുക്കുക, ബിരിയാണി കൊടുക്കുക, മന്തി കൊടുക്കുക, പിന്നെ കബ്സ കൊടുക്കുക, പിന്നെ ബുഖാരിയോ മുസ്ലിമോ എന്തൊക്കെ ഉള്ളപ്പോ ഒക്കെ കൊടുക്കുക അല്ലേ? ഉണ്ടോ? ഇല്ല. ഇതാണ് വിഷയം. അപ്പൊ ആ അസ്ലില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം കഴിച്ചതിന് ഒരു അസ്ലും ഇല്ല. പിന്നെ അവസാനം ഇങ്ങനെയൊക്കെ ഇല്ലാന്നും ബോധ്യപ്പെട്ടാലും പലപ്പോഴും വരുന്നൊരു സംശയം എന്താണെന്നറിയോ? എന്നാലും നല്ലതല്ലേ? എന്താണ് നല്ലതല്ലേ? എന്താ അതിന് കുഴപ്പം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനല്ലേ, അവിടുത്തെ മദ്ഹ് പറയല്ലേ.
അന്ന് അവിടുത്തെ മേലുള്ള ദാനധർമ്മല്ലേ, അവിടുത്തെ മേലുള്ള സ്വലാത്തല്ലേ, അതിനിപ്പോ എന്താ കുഴപ്പം? നല്ലയല്ലേ എന്നാണ്. പ്രിയമുള്ളവരെ, ശരിക്ക് മനസ്സിലാക്കിക്കോളൂ. നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ എന്തെങ്കിലും ഒന്ന് പുതിയത് കടത്തിക്കൂട്ടാൻ ഉണ്ടാക്കാനുള്ള അധികാരമോ അനുവാദമോ നമുക്കില്ല. ഇല്ലാത്ത രൂപത്തിൽ ഇത് സമ്പൂർണമാക്കിയ ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അവിടുത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ ചോദിച്ചില്ലേ സ്വഹാബത്തിനോട്, സ്വഹാബത്തെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലെ എത്തിച്ചിട്ടുണ്ട്, ശേഷമാണ് ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ് എന്ന് പറഞ്ഞത്. മനസ്സിലാക്കണം, നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മറ്റൊന്ന് മതത്തിൽ പുതുതായി ഉണ്ടാക്കി ചേർക്കേണ്ട അവസ്ഥ ഇല്ലാത്ത രൂപത്തിൽ ഇസ്ലാം പൂർത്തിയാക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇനി നല്ലതല്ലേ എന്ന് കരുതി ഉണ്ടാക്കിയാൽ അതൊരു വാശിപ്പുറത്ത്, മുജാഹിദുകളോടുള്ള ദേശത്തിന്റെ പുറത്ത്, വാശിയുടെ പുറത്ത് ഉണ്ടാക്കിയാൽ ആലോചിച്ചോളൂ ബഹുമാന്യ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അവിടുന്ന് പറഞ്ഞു, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ, ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, അവിടുത്തെ സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ കാര്യം ആരെങ്കിലും ദീനിൽ പുതുതുണ്ടാക്കിയാൽ, യറാഹാ ഹസന, എന്ത് പറഞ്ഞ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഉസ്താദുമാർ പലരും നബിദിനാഘോഷത്തിന് അതിനെ വെളുപ്പിക്കാൻ പറയുന്ന പോലെ, എന്താണ് നല്ലതല്ലേ, പുണ്യല്ലേ, ഹസനത്തല്ലേ, ഖൈറല്ലേ, മദ്ഹല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറയില്ലേ? അങ്ങനെ യറാഹാ ഹസന, ആരെങ്കിലും നല്ലതല്ലേ എന്ന് കരുതി പുതിയതുണ്ടാക്കിയാൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നതെന്നറിയോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏൽപ്പിച്ച ഒരു റിസാലത്തുണ്ട്, ഒരു വലിയ ദൗത്യമുണ്ട്, ഒരു വലിയ മിഷനുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്നാണ് അവർ വാദിക്കുന്നത്. ലിഅന്നല്ലാഹ തആല യഖൂലു, കാരണം അല്ലാഹ് പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫമാലം യകുൻ യൗമ ഇദിൻ ദീന ലാ യകൂനുൽ യൗമ ദീന, അതുകൊണ്ട് അന്ന് ദീനാണോ എങ്കിൽ ഇന്ന് ദീനാണ്, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവൂല. അന്ന് ദീനാണോ ഇന്ന് ദീനാണ്, അന്ന് ദീനല്ലേ ഇന്നും ദീനല്ല. നേരത്തെ സൂചിപ്പിച്ചില്ലേ, പള്ളിയിൽ കയറുമ്പോ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണമെന്നത് അന്ന് ദീനാണ് ഇന്ന് ദീനാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് അന്ന് ദീനാണ് ഇന്നും ദീനാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ വലത് മുന്തിക്കൽ അന്ന് ദീനാണ് ഇന്നും ദീനാണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആലോചിക്കൂ, ഇത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾ മാത്രമല്ല, ഈദുൽ അദ്ഹ അന്ന് ദീനാണ് ഇന്നും ദീനാണ്, ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ഈദുൽ ഫിത്തർ അന്ന് ദീനാണ് ഇന്നും ദീനാണ്, ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ബഹുമാന്യ കാരണവന്മാരെ, പ്രിയ സഹോദരന്മാരെ, മുജാഹിദുകളെ ഒരുപക്ഷെ ചിലപ്പോൾ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കി തന്ന വിദ്വേഷത്തോടെ മാത്രം കേട്ട, ശത്രുതയോടെ മാത്രം കേട്ട എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1 മിനിറ്റ് നേരം നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കൂ. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നല്ലോ ഞങ്ങൾ, കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുണ്ട് എങ്കിൽ പറ, നിങ്ങൾ അന്നുണ്ടെങ്കിൽ, നബിദിനം ആഘോഷിക്കൽ അന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾ എന്തേ വിട്ടു നിൽക്കുമോ? ഒന്ന് നിഷ്പക്ഷമായിട്ട് ആലോചിക്കുക. 2 പെരുന്നാൾ ഞങ്ങൾ കഴിക്കുന്നില്ല, ആഘോഷിക്കുന്നില്ല, ആഘോഷമല്ലേ? ഞങ്ങൾക്ക് തെളിവുള്ളത് കൊണ്ടാണ്. അത് 2 ദീനാണ്. ദീനിനെ ഇസ്ബാത്ത് ചെയ്യാൻ, സ്ഥാപിക്കാൻ തെളിവാണ്, പഠിച്ചല്ലോ നമ്മള്. അത് വെച്ചിട്ട് ആലോചിച്ചോളൂ. ഇനി അതാഘോഷിക്കുന്ന ഞങ്ങൾ എന്തേ തെളിവുണ്ടെങ്കിൽ നബിദിനത്തെ പിന്നാക്കം പോകുമോ? ഞങ്ങൾ ചെയ്യാത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസത്തിലെ 12-ന് മറ്റു ദിവസങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ മാസത്തിന് മറ്റു മാസങ്ങളെക്കാൾ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല.
സ്വഹാബത്ത് ചെയ്തിട്ടില്ല. ഞങ്ങളെ സലഫികളെ മുജാഹിദുകളെ പലരും ഈ നബിദിനം കഴിക്കാത്തോണ്ട് പറയും, ഇതാ നാട്ടിലെ പല പള്ളികളും അരങ്ങ് തകർക്കുകയാണ് അല്ലെ, LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. മുജാഹിദ് പള്ളിയോ സാധാരണ പോലെ. അപ്പൊ പറയും, കണ്ടോ മുത്തുനബിയോട് ഇവർക്ക് സ്നേഹമില്ല എന്ന്, ഞമ്മക്കോ ഭയങ്കര സ്നേഹമാണ്, കണ്ടിലെ ലൈറ്റ് എന്നാണ്. പ്രിയമുള്ളവരെ, അതൊരു പക്ഷെ ഉസ്താദുമാര് തെളിവില്ലായ്മ മറച്ചു വെക്കാൻ വേണ്ടി ലൈറ്റ് ഇടും, അതിനുവേണ്ടി അവർ ലൈറ്റ് ഇടും. പക്ഷേ നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെരുന്നാൾ പഠിപ്പിച്ചു, മുജാഹിദുകൾ കഴിക്കുന്നുണ്ട്. പള്ളിക്കര 2 റക്അത്ത് തഹയ്യത്ത് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു, മുജാഹിദുകൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ. എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഉള്ളതിന് വല്ല രേഖയുമുണ്ടോ? പല ആയത്തുകൾ ഒരു പക്ഷേ ഓതപ്പെടാറുണ്ട്, ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട്. ഒന്നും അതിന് രേഖയല്ല എന്ന് ഉസ്താദുമാർ തന്നെ പറയും. അത് ഹിജറ 300 ശേഷം വന്നതാണ്, അതോടുകൂടെ എല്ലാം അത് പൊളിയും. അന്ന് നബിദിനം ആഘോഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഉസ്താദുമാരനെ എഴുതാണ്. അതിന്റെ അർത്ഥം എന്താ? അന്നില്ല. അപ്പൊ അന്നില്ല എന്ന് ഉറപ്പല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം നിങ്ങൾക്ക് അറിയോ? ഇന്ന് ഇവിടെ നാട്ടിലെ ഉസ്താദുമാർക്കൊക്കെ നബിദിനം പരിചയമുണ്ടല്ലോ. ഉസ്താദ്, നമ്മളെ കാളിയമാരും ഓലിയമാരും പല ആൾക്കാർ ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, ഇവർക്കൊക്കെ നബിദിനം പരിചയമുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന 1ാമത്തെ ഖലീഫക്ക് ഇത് പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല. അദ്ദേഹത്തിന്റെ പേരിൽ പലതും കള്ളം പറഞ്ഞിട്ടുണ്ട്, വേറെ വിഷയം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വൽ 12 എന്തെങ്കിലും പ്രത്യേകമായത് ചെയ്തോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തോ? അലി റളിയല്ലാഹു അൻഹു ചെയ്തോ? അൽ ഖുലഫാഉർ റാഷിദൂൻ ചെയ്തോ? ഇല്ല. അൽ അശ്റത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ആ 10 സഹാബിമാർ, ഇവരുൾപ്പെടെ 4 സഹാബി, ഈ 4 ഖലീഫമാർ ഉൾപ്പെടെയുള്ള 10 പേരില്ലേ, അവരാരെങ്കിലും ചെയ്തോ? ഇല്ല. റസൂലുള്ളാഹിയുടെ ഭാര്യമാർ ഇല്ല. ഇനി അവർക്ക് ശേഷം വരുന്ന താബിഈങ്ങൾ ഇല്ല. താബിഈകൾ അവർക്കൊന്നും ഈ പരിപാടി അറിയില്ലായിരുന്നു. നിങ്ങൾ പറ, ഇവരൊക്കെ പെരുന്നാൾ കഴിച്ചവരല്ലേ? ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്ർ ആഘോഷിച്ചവരല്ലേ? ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ടല്ലോ അത്. ഇവരാരും നബിദിനം കഴിച്ചിട്ടില്ല, ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. നിങ്ങൾ പറ, ഞങ്ങൾ ബിദഈകളോ? അവരെ മാർഗമല്ലേ നിങ്ങൾ സ്വീകരിച്ചത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമല്ലേ സ്വീകരിച്ചത്? അവിടുത്തെ സ്വഹാബത്തിന്റെ മാർഗമല്ലേ സ്വീകരിച്ചത്? ഇനിയെങ്കിലും പ്രിയമുള്ളവരെ, ഇത് ബോധ്യമുള്ള നിങ്ങൾക്ക് മുജാഹിദുകളെ ബിദഈകൾ എന്ന് പറയുമ്പോൾ ഒരു മനസ്സാക്ഷിത്വത്തോടെ പറയാൻ കഴിയൂ. അറിവുള്ള മുസ്ലിയാക്കന്മാർ അങ്ങനെ പറയുന്നെങ്കിൽ അവർക്കും അതിനെ കഴിയൂ. മനസ്സാക്ഷിത്വത്തോടെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നബിദിനാഘോഷം അത് പിൽക്കാലത്ത് ഹിജറ 300 കഴിഞ്ഞ് ഉത്തമ തലമുറകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ തലമുറകളൊക്കെ കഴിഞ്ഞ് പിന്നീട് ശിആക്കൾ ഉണ്ടാക്കിയ പുത്തനാശയമാണ്, ബിദ്അത്താണത്, പുത്തനാശയമാണത്. അതുകൊണ്ട് നമുക്കത് വേണ്ട. നമ്മൾ സുന്നികളാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കുന്നവരാ നമ്മൾ. സുന്നികൾക്കത് വേണ്ട, ഷിആക്കൾക്കത് വേണ്ടി വരും. ആ സുന്നികളുടെ പേരിൽ ഷിആയിസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ബഹുമാന്യ നാട്ടുകാരെ, മുസ്ലിം സഹോദരങ്ങളെ, കാരണവന്മാരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ തിരിച്ചറിയണം. നാളെ പരലോകത്ത് ബിദ്അത്ത് ചെയ്ത് അതിന്റെ അപകടം നേരിടേണ്ടി വരുമ്പോ ഇവരാരും രക്ഷപ്പെടുത്താണ്ടാവില്ല. പരലോകത്തെ രംഗം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഹൗദുൽ കൗസറിലെ വെള്ളമില്ലേ, ആ മധുരമുള്ള വെള്ളമില്ലേ, ആ വല്ലാത്ത വർണ്ണനകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വെള്ളമില്ലേ, ആ വെള്ളം കുടിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ചിലർ തടയപ്പെടുകയാണ്. കുടിക്കാൻ പെർമിഷൻ ഇല്ല, അവർക്ക് അകറ്റപ്പെടുകയാണ് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ പറയും, അല്ലാഹുവേ ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്, എൻ്റെ ആളുകളാണ്, ഉമ്മത്തിങ്ങളാണ്. അവർ വന്നോട്ടെ, ഞാൻ കൊടുത്തോട്ടെ, അവർ കുടിച്ചോട്ടെ അല്ലാ. ആ സമയത്ത് അല്ലാഹ് പറയുന്ന മറുപടി ഉണ്ട്, റസൂലേ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, അങ്ങയുടെ വഫാത്തിനു ശേഷം എന്തെല്ലാമാണ് അവർ ഈ മതത്തിൽ കടത്തിക്കൂട്ടിയതെന്ന്, പുതുതായി ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പൊ ഈ നടക്കുന്ന സംഗതി ആർക്കറിയില്ല? റസൂലുള്ളാഹിക്ക് അറിയില്ല. ശരി, അറിയില്ല. അതിന് മാത്രം ആ നിലക്കുള്ള ബിദ്അത്തുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലാഹ് പറയുമ്പോൾ
വിശ്വാസം പറയുന്നത് എന്താ? എന്നാലും അല്ലാ എൻ്റെ ജന്മദിനം കഴിച്ച പേരല്ലേ, ദിക്റിന്റെ പേരിലല്ലേ, സ്വലാത്തിന്റെ പേരിലല്ലേ, വന്നോട്ടെ കൊടുത്തോട്ടെ കുടിച്ചോട്ടെ എന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും സുഹഖൻ സുഹഖാ ലിമൻ ഖയ്യറ ബഅദി, എനിക്കു ശേഷം ഞാൻ പഠിപ്പിച്ച മതത്തിൽ മാറ്റമുണ്ടാക്കിയ ആളുകൾക്ക് വിദൂരം വിദൂരം എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയോടിക്കും ബിദ്അത്ത് ചെയ്തവരെ, നബിദിനം ഉൾപ്പെടെയുള്ള ബിദ്അത്ത് ചെയ്തവരെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ വെച്ച് ആട്ടപ്പെടുമ്പോൾ ഒരു ഉസ്താദും കൈപ്പിടിക്കാണ്ടാവില്ല, ഒരു ഷെയ്ഖും ഉണ്ടാവില്ല, ഒരു കുത്തുബുലാലം ഉണ്ടാവില്ല, ഒരു CM മുദബ്ബിറുലാലം എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ, ഒരാളും ഉണ്ടാവില്ല. മുദബ്ബിറുലാലം ഒക്കെ ഇൻഷാ അല്ലാഹ് ചർച്ചയ്ക്ക് വരും. മുദബ്ബിറുലാലം പോയിട്ട് മുദബ്ബിർ സമസ്ത പോലും അല്ല മൂപ്പര്, അന്ത അലൽ ഹഖ് എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ മുദബ്ബിർ പോലും അല്ല. ആണെങ്കിൽ അതിൻ്റെ ഈ തമ്മിത്തല്ലുണ്ടാവുമോ? ഉണ്ടാവില്ല. ഇരിക്കട്ടെ, ശേഷം വരും ചർച്ചകളൊക്കെ. ഞാൻ പറയുന്നത് ആരും കൈപ്പിടിക്കാണ്ടാവില്ല. അതുകൊണ്ട് അവനവന്റെ പ്രവർത്തനങ്ങളുമായി അവിടെ ഹിസാബ് ചെയ്യപ്പെടുമ്പോൾ, അവനവന്റെ വിശ്വാസങ്ങൾ കർമ്മങ്ങൾ ഹിസാബ് ചെയ്യപ്പെടുമ്പോൾ രക്ഷപ്പെടണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അവന്റെ കലാം വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കും മടങ്ങുക. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത്, അതിലേക്കാണ് ക്ഷണിക്കുന്നത്. അതിൽ നബിദിനാഘോഷം ഇല്ല എന്ന കാര്യം ഒന്നുകൂടെ തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, മറ്റു വിഷയങ്ങൾ, തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മഗ്‌രിബിന് ശേഷം നടക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.